ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുന്ന ഒരു കിടിലൻ ഐഡിയ ആണ്. എല്ലാവരും യൂട്യൂബ് യൂസ് ചെയ്യുന്നവരായിരിക്കും അല്ലേ? അപ്പം നിങ്ങൾ ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, എങ്ങനെ നമ്മൾ യൂട്യൂബിനകത്തൂടെ വെറൈറ്റി രീതിയിൽ എമൗണ്ട് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ വീഡിയോ അവസാനം വരെ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ടിപ്സ് എന്നാന്ന് മനസ്സിലാവും. അപ്പോൾ ഒരു കാര്യങ്ങളും നമുക്ക് അറിയണ്ട, ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം അറിഞ്ഞാൽ മതി. നമുക്ക് നല്ലൊരു എമൗണ്ട് നമുക്ക് ഏൺ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം ഈ വീഡിയോ അവസാനം വരെ ഒന്ന് കാണുക. ഓക്കെ, അപ്പം ഞാൻ എങ്ങനെയാണെന്ന് പറയാം. വീഡിയോയിലേക്ക് നമുക്കൊന്ന് പോകാം അല്ലേ? അപ്പം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ ഓൾറെഡി തന്നെ ഇവിടെ എൻ്റെ ചാനൽ തുറന്നു വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എങ്ങനെയാണ് എമൗണ്ട് ഉണ്ടാക്കുകയെന്ന് ചോദിച്ചാൽ, ഇതുണ്ടോ, ഞാൻ റെയിനിങ് സൗണ്ട് ഫോർ സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സെർച്ച് ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലേ? അപ്പോൾ നോക്കിയേ, ഓരോ വീഡിയോൻ്റെയും വാച്ച് അവേഴ്സ് നോക്കിയേ, 2.1K വാച്ചിങ്, പിന്നെ 11K. നിങ്ങൾ നോക്കുക, താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു 24 മില്യൺ, 87 മില്യൺ, 121 മില്യൺ, എല്ലാം നല്ല വ്യൂവേഴ്സാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പം നമുക്കിത് എങ്ങനെ ഇതേപോലെ വീഡിയോസ് ഇട്ടിട്ട് നമുക്ക് എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റുമെന്നാണ് നമുക്ക് നോക്കിയാലോ. ഓക്കെ, അതിൻ്റെ കിടുക്കൻ വെബ്സൈറ്റ് ഉണ്ട്. നമുക്ക് ഫ്രീ ആയിട്ട് ഇതേപോലെ നോ കോപ്പറേറ്റഡ് ഓഡിയോസും ഈ പറയുന്ന വീഡിയോസ് കിട്ടുന്ന ചാനലാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുന്നത് അല്ലേ. അപ്പം വെബ്സൈറ്റിൻ്റെ പേര്, ഇഷ്ടംമാതിരി വെബ്സൈറ്റ് ഉണ്ട്, ഞാൻ ഇന്നത്തെ ഒരു വെബ്സൈറ്റാണ് പറയുന്നത്. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ പിക്സാബേ എന്നാണ് ഈ വെബ്സൈറ്റിൻ്റെ പേര്. അത് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഫസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഓൾറെഡി തന്നെ ഇവിടെ വീഡിയോസ് ഒന്നുണ്ട്. അപ്പം ഇഷ്ടം അദ്ദേഹം കൊണ്ട് നമ്മുടെ മോളിൽ കാണുന്ന വീഡിയോസ് തന്നെ ഓൾറെഡി തന്നെ നോക്കിയേ, റെയിനിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇഷ്ടംമാതിരി ഫ്രീ നോ കോപ്പിറൈറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് മുകളിൽ സെർച്ച് ചെയ്യാം. ഞാനിപ്പോൾ റെയിനിങ് എന്ന് പറഞ്ഞാൽ ഞാൻ സെർച്ച് ചെയ്തു. അപ്പം റെയിനിങ് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇഷ്ടംമാതിരി വെറൈറ്റി രീതിയിലുള്ള റെയിനിങ്ങിൻ്റെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോസ് നമ്മൾ എടുത്തിട്ട് നല്ല ഒരു റെയിനിങ്ങിൻ്റെ സൗണ്ടും കൂടെ ഇട്ടിട്ട് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് നല്ല റീച്ച് ഉണ്ടാകും. കാരണം ആൾക്കാർ റെയിനിങ്ങിൻ്റെ സൗണ്ടൊക്കെ, നമ്മളാണെങ്കിലും റെയിനിങ്ങിൻ്റെ സൗണ്ടൊക്കെ കേട്ട് കിടന്നുറങ്ങാൻ വേണ്ടി ഭയങ്കര താല്പര്യമുള്ളവരായിരിക്കും അല്ലേ. അപ്പം ഇതേപോലെയുള്ള ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട്. ഇത് കൂടുതലായിട്ട് നമുക്കൊരു മെഡിറ്റേഷനും കാര്യത്തിനും വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്നവർ. അപ്പോൾ ഇതേപോലെ മെഡിറ്റേഷൻ വീഡിയോസ് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇഷ്ടംമാതിരി വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് കയറി സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും അല്ലേ. അപ്പം ഏതൊരു വ്യക്തികൾക്കും സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ തന്നെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം വീഡിയോസ് നമുക്ക് ഇതേപോലെ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് റെയിനിങ്ങിൻ്റെ വീഡിയോസ് ഞാൻ കാണിച്ചാൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നോക്കി റെയിനിങ്ങിൻ്റെ വീഡിയോ എനിക്ക് കിട്ടുന്നത്. എനിക്ക് നെറ്റ് കുറച്ച് സ്ലോ ആണ്. അപ്പം എന്നിട്ട് ഇവിടെ കണ്ട റൈറ്റ് സൈഡ് ഡൗൺലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫുൾ HD വരെയുള്ള സൈസ് നമുക്ക് ഇവിടെ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടി മ്യൂസിക് എവിടെ നിന്ന് കിട്ടുന്നതെന്ന് വെച്ചാൽ, നമുക്കിവിടെ മ്യൂസിക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് കൊടുത്ത് റെയിനിങ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് റെയിനിങ് സൗണ്ട് അല്ലെ റെയിനിങ് മ്യൂസിക് എന്തുകൊണ്ട് നമുക്ക് റെയിനിങ് സൗണ്ട് എന്ന് കൊടുത്താൽ ഇഷ്ടംമാതിരിയുള്ള. അപ്പോൾ നമുക്കിത് എനിക്ക് തോന്നുന്നു 9 മിനിറ്റിൻ്റെ ആണ്, അല്ലെ 9 സെക്കൻഡിൻ്റെ ആണ് നമുക്ക് കിട്ടാറുള്ളത്. 9 മിനിറ്റിനാണ് നമുക്ക് കിട്ടാറുള്ളത്. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ അത് റിപ്പീറ്റേഷൻ കൊടുത്താൽ മതി. ഓക്കെ, കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഒരു വലിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യുക, അല്ല ഓഡിയോ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ യൂട്യൂബിൽ പ്ലേസ് ചെയ്യാം. അപ്പോൾ നല്ല ടാഗ് ലൈനും നല്ല ടൈറ്റിൽസും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് യൂട്യൂബിൽ എന്ത് ചെയ്യാൻ പറ്റും, വീഡിയോസ് പ്ലേസ് ചെയ്താൽ നമുക്ക് എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും. ഒരു കാര്യം നമുക്കറിയേണ്ട സിമ്പിൾ മെത്തേഡാണ്. അപ്പം ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. അപ്ലോഡ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ഇഷ്ടംപോലെ യൂട്യൂബിൽ തന്നെ വീഡിയോസ് ഉണ്ട് എങ്ങനെ അപ്ലോഡ് ചെയ്യാന്നുള്ള. അപ്പോൾ അതിൻ്റെ മെത്തേഡിനനുസരിച്ച് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള റീച്ച് കിട്ടും. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു. ഇതേപോലുള്ള വീഡിയോസിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ട് പ്രസ് ചെയ്യുക. കാരണം ഞാൻ ചെയ്ത പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അപ്പം എല്ലാവരും ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഓക്കെ, താങ്ക്സ്.